നമ്മുടെ ഫാമിലി കൂടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ എന്ത് ഇമ്പോർട്ടൻസ് ആയിരുന്നു ഈ പ്രോപ്പർട്ടിക്ക്, യു ഡി എസിന്റെ വളർച്ചയ്ക്ക് എന്നുള്ളത് ഇവർക്കും ഒന്ന് അനുഭവിക്കാനുള്ള ഒരു ചാൻസ് ആണ്. നിങ്ങളതുകൊണ്ട് എല്ലാം പ്രോപ്പർട്ടി കൂടെ എല്ലാം ഒന്ന് കറങ്ങി ഒന്ന് നടന്ന് പ്രോപ്പർട്ടിയിൽ എല്ലാം ഒന്ന് കാണിച്ച് എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോകാറുള്ളൂ. നമുക്കൊരു കുറച്ച് നിമിഷങ്ങൾ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക. നിങ്ങൾ ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാറി മാറി ഇരിക്കരുത്. നമ്മൾ വലിയ വലിയ പണ്ട് കാലത്തെ പുലികളൊക്കെ ഇവിടെയുണ്ട്, അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുകയാണ്. കാരണം ബിരിച്ചേച്ചി ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം മൊത്തം ബിരിച്ചേച്ചിക്കുള്ളതായിരിക്കും കേട്ടോ. ബിരിച്ചേച്ചി അല്ലെങ്കിൽ ബിരിച്ചേച്ചി ഇവിടെ വന്ന് സംസാരിക്കണം. അപ്പൊ നമുക്കെല്ലാവരും മുമ്പോട്ട് വരാം. നമുക്ക് മാക്സിമം മുമ്പോട്ട് വന്നിരിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കാരണം ലേറ്റ് ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബാക്കിലേക്ക് ഇരിക്കാൻ പറ്റും. അജിത് പ്രസാദ് എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ബാക്ക് വർക്കുന്നതിൽ കാണാൻ പറ്റും. ഞാൻ മാറിയിരിക്കണം കേട്ടല്ലോ. എല്ലാവരും ഭയങ്കര സൈലന്റ് ആയാലും ആരും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നൊന്നുമില്ല. ഇതൊരു ഒരു ഭയങ്കര ഒരു ഡൊപ്പാമാറ്റിക്കായിട്ടുള്ളൊരു മീറ്റിംഗ് കാര്യങ്ങളൊന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ആർക്കെന്തെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെന്നല്ല, നിങ്ങൾക്ക് നല്ല നല്ല എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. ഞങ്ങളെ പേര് വിളിപ്പിക്കാതെ നിങ്ങൾ മുമ്പോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോകും. അതെ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഉദയൻ സാർ പ്ലീസ് ഫ്രണ്ട് പോകാം. മുരുകേഷ് സാർ ഞങ്ങൾ അങ്ങോട്ട് വരുന്നതിനേക്കാളും നമുക്ക് നോക്കുക. ഇതിൽ ഏറ്റവും യു ഡി എസിന്റെ ഒരു പുലിക്കുട്ടിയാണ്. ആർക്കും ഒരാൾക്ക് കൈവിടാം. ആർക്കാണ് ആദ്യമായിട്ട് ഒരു എക്സ്പീരിയൻസ് പറയാൻ ആഗ്രഹമുള്ളത്? കൊച്ചു കൈ പൊക്കി. പക്ഷെ ഫ്യൂച്ചർ യു ഡി എസ് ആയിരിക്കും. ആർക്ക് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് ഗിഫ്റ്റൊക്കെ സോടി പോകാതെ ഇപ്പോഴല്ല. ആരാണ് നമുക്ക് ഏറ്റവും ആദ്യം ഒരു എക്സ്പീരിയൻസ് പറയാനായിട്ട് താല്പര്യമുണ്ടെന്ന് നോക്കാം. ആർക്കാണ് കൈ? അന്ന് വരുന്ന ഇത് തന്നെ പുലിക്കുട്ടി. ഒരു നല്ല കൈഡി കൊടുത്തേ. നമ്മുടെ ശ്രീമാസാറിന് നല്ല കൈഡി കൊടുത്തേ. എല്ലാവർക്കും നമസ്കാരം. 2003 മാർച്ച് 13 ഞാൻ യു ഡി എസിൽ ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്യാൻ വേണ്ടി രാവിലെ കറക്റ്റ് 9 മണിക്ക് വന്നെങ്കിലും 4 മണിക്കാണ് ISR എന്നെ ഓഫീസിലേക്ക് ഫസ്റ്റ് വിളിപ്പിച്ചത്. ആ കാലഘട്ടത്തിൽ ഇത്ര ഒരു 5-6 മണിക്കൂറല്ല, 24 മണിക്കൂർ കാത്തിരിക്കാൻ പറഞ്ഞാലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കാത്തിരുന്ന് ബോസിനെ കണ്ട് ജോലിക്ക് ജോയിൻ ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഒരു മാറ്റമാണ് ഞാൻ പറയുന്നത്. ഞാൻ ആക്ച്വലി ചെയ്യുന്നത് ഹോസ്പിറ്റാലിറ്റി മാൻ പവർ റിക്രൂട്ട്മെന്റ് ആണ്, ഒരു ഓഫീസ് പൊസിഷൻ നിന്ന്. അപ്പൊ ഇന്ന് നമ്മൾ ഓരോ സ്റ്റാഫിനും വേണ്ടി ഇന്റർവ്യൂ കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് 9 മണി 10 മണിക്ക് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്താൽ കാൻഡിഡേറ്റ് വരുന്നത് 11 മണിയായിരിക്കും. 1 മണിക്കൂർ ലേറ്റായി വന്ന് കാൻഡിഡേറ്റ് ഒരു 10 മിനിറ്റ് മാനേജ്മെന്റിനെ കാണാൻ വേണ്ടി പോകുന്ന 10-15 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ അവരെ വിളിപ്പിക്കാൻ ലേറ്റായി നമ്മളെ വിളിച്ച് പറയും, എനിക്ക് ഇന്റർവ്യൂവിന് എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറയും. അപ്പൊ ഈ കാലഘട്ടത്തിൽ വ്യത്യാസമാണ് ഫസ്റ്റ് പറഞ്ഞു വന്നത്. സെക്കൻഡ്, അന്നത്തെ യു ഡി എസിന്റെ എക്സ്പീരിയൻസ് കുറച്ച് സ്റ്റാഫ് ഉണ്ടായിരുന്നുള്ളൂ. ഐ തിങ്ക് 30 റൂം ഉള്ള സമയത്ത് 30 റൂമൊന്നും നമുക്ക് ആദ്യമില്ല, ചെറിയ ബ്ലോക്കില്. ഇവിടുന്ന് ആരും പോവില്ല. സമയം വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വന്നില്ല. 8 മണിക്കൂർ വർക്കിംഗ്, 10 മണിക്കൂർ സിസ്റ്റം ഇല്ല. നമ്മള് ഉണ്ണുന്നതും ഉറങ്ങുന്നതും ജോലി ചെയ്യുന്നതും യു എസ് ആയിരുന്നു. ഏകദേശം ആ കിച്ചണിന് മേലെയുള്ള ഒരു ഹോളില് 25-26 മിനിറ്റ് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു വ്യത്യാസമില്ല. ക്യാപ്റ്റൻസ് ഫാനിൽ നോക്കി ക്യാപ്റ്റൻസ് ഫാൻ കാണാത്ത ഫാമിലി അവിടെ ജൂനിയേഴ്സോടും അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു ഐക്യം, ആരും ഒരു ബുദ്ധിമുട്ട് പറയാതെ, ആർക്കും ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ പറയുന്ന ഏത് ജോലിയും ഇന്നത്തെ പോലെ ഫ്രണ്ട് ഓഫീസ്, ഹൗസ് കീപ്പിംഗ്, സർവീസ്, പ്രൊഡക്ഷൻ മീൻസ് അങ്ങനെ ഒരു വേദനയും ഇല്ലാതെ ആരും ഏത് ഡിപ്പാർട്ട്മെന്റിലും ഏത് സമയത്തും പോയി ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ജോലി ചെയ്യാൻ കാണിക്കുന്ന ഒരു മേഖലയിലുള്ള സ്റ്റാഫാണ് അന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷേ ഇന്ന് യു ഡി എസ് വളർന്നു. തീർച്ചയായിട്ടും ആ വളർച്ചയുടെ കൂടെ അതിൻ്റെതായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സെഗ്രിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വൈസിലാണെങ്കിലും SOPs ആണെങ്കിലും JD ആണെങ്കിലും ഒക്കെ ആയിരിക്കും.
അപ്പൊ ഇന്നത്തെ കാലത്ത് അത്തരത്തിലൊരു പോലും ആറ്റിറ്റ്യൂഡ്, ജോലി ചെയ്യാനുള്ള മനോഭാവം, സന്നദ്ധത, തയ്യാറെടുപ്പ്, ഇതിനെല്ലാം ചേഞ്ചസ് പഴയ കാലഘട്ടത്തിലെ സ്റ്റാഫിൽ ഈ കാലത്ത് സ്റ്റാഫിൽ വളരെ വ്യത്യസ്തമാണ്. UDSന്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചാലും അതിന് നമ്മുടെ കൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന MD. ഓക്കെ, ആ MD ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് നിരുപാധികമായിട്ട് ഒരു നിയന്ത്രണമില്ലാതെ നമ്മൾക്ക് അദ്ദേഹം ചെയ്തു തന്ന സപ്പോർട്ടാണ്. അത്തരത്തിലൊരു സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടായത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ വർക്ക് ചെയ്യാനൊരു എനർജി അന്നുണ്ടായിരുന്നത്. ഫ്രണ്ട് ഓഫീസിലും ഹൗസ് കീപ്പിംഗിലും സർവീസിലും എല്ലാം വർക്ക് ചെയ്യാൻ എല്ലാവരും തയ്യാറായിരുന്നു. പിന്നീട് UDS കുറച്ച് നല്ല രീതിയിൽ വളർന്നു വന്നു. ആ വളർച്ചയുടെ ആദ്യ കാലഘട്ടത്തിൽ ഭാഗമാക്കാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമാണ്. എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള കൂട്ടായ്മ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി വളരെ വലുതായെങ്കിൽ പോലും ടൂറിസം ഇൻഡസ്ട്രിയിലെ അഭൂതപൂർവമായ വളർച്ച നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും എത്രയോ നമ്മളെക്കാൾ വിദ്യാസൗന്ദര്യേക്കാൾ പഴയ ഹോസ്പിറ്റൽ സെക്ടർ പഴയ ഒത്തിരി കമ്പനികൾ CGH പോലെ കമ്പനികളുണ്ട്. അവിടെ പോലും എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വളരെ ഭാഗ്യം ചെയ്തവരാണ്. ഉദ്യോഗസ്ഥരുടെ മാനേജ്മെന്റും അതുപോലെ ആ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ നിന്ന് സഹപ്രതി ഇന്നും നമ്മുടെ കൂടെ ഇത്തരത്തിലുള്ള 4 വർഷം 5 വർഷം അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്നു. ആ സംഘടിപ്പിക്കുന്നു നമുക്ക് അത് വളരെ വളരെ അഭിമാനം, സന്തോഷം. താങ്ക് യു. നല്ലൊരു കൈ കൊടുക്കാം. സംസാരിച്ചാൽ മതി. അടിസ്ഥാനം കൈ കൊടുക്കുന്നില്ലേ? നമസ്കാരം. എക്സ്പീരിയൻസ് ഒന്നും പറയാനൊക്കില്ല. അത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടത് പറയുന്നില്ല. പഠിക്കുന്ന പല ആൾക്കാരെ ഞാൻ അറിയുന്ന ആൾക്കാരുണ്ട്, അറിയാത്ത ആൾക്കാരുണ്ട്. പക്ഷെ വിട്ടിട്ട് 13 വർഷമായിട്ട് തന്നെ ഇപ്പോഴും എന്റെ പേരിനോട് ഞാൻ ക്യാരി ചെയ്യുന്ന ഒരു ബ്രാൻഡിയമാണ് UDS. പല കമ്പനിയിലും ഇപ്പോഴും ഇവിടുത്തെ അസോസിയേഷന്റെ നമ്പർ അജിത്ത് UDS എന്ന് ആണ് സേവിക്കുന്നത്. മാർക്കറ്റിംഗിലും ശേഷികളൊക്കെ ആൾക്കാർക്കറിയാം. ഡൽഹിയിലൊക്കെ പോയിട്ട് നമ്മൾ ഈ ഓരോ കമ്പനി കയറാൻ വേണ്ടി അപ്പോയിന്റ് എടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് 2, 3, 4, 5 മണിക്കൂറൊക്കെ ഏൽപ്പിക്കുകയും ചെയ്താൽ KTയുള്ള കമ്പനികൾ നമ്മൾ വെയിറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ചെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് റിസപ്ഷനിൽ പറയാൻ സാറേ ഞാൻ ex-UDSലെ അജിത്താണ് എന്ന് പറഞ്ഞ് 2 മിനിറ്റ് കഴിയുമ്പോൾ ഒരാളെ അജിത്ത് അയ്യോ നിങ്ങളെന്താ വീട്ടിൽ വാഹേരുക എന്ന് പറഞ്ഞ് ഇരിക്കുന്ന എല്ലാവരെയും ബൈപ്പാസ് ചെയ്തിട്ട് എനിക്ക് കാണാനുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ഒരു ക്വാളിറ്റിയോ എൻ്റെ ഒരു പേഴ്സണാലിറ്റിയോ അല്ല. ഞാൻ ക്യാരി ചെയ്ത UDS അല്ലെങ്കിൽ ഉദയസമുദ്ര എന്നുള്ള ബ്രാൻഡിന്റെ പേരാണ്. ഇപ്പോഴും എന്നെ ഞാനാക്കിയത് ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതായത് UDSൽ നിന്നാണ്. അതിനകത്ത് രാജസ്ഥാനിന്റെ രാജഗോപാലയ്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വളരെ കർശനമായ അച്ചടക്കത്തോടുകൂടിയുള്ള ട്രെയിനിങ്, പിന്നെ സാറിനോട് ആൾക്കാർക്കറിയാം ഈ അച്ചടക്കത്തോടുകൂടിയുള്ള ട്രെയിനിങ് എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നുള്ളത്. ശരിക്കും അത് ഈ മിലിറ്ററിയുടെ ഒക്കെയുള്ള ഒരു ട്രെയിനിങ് പോലെയാണ്. വളരെ അറിയായിരിക്കും, വളരെ കർശനമാണ്. പക്ഷെ അതാണ് എന്നെ മോൾഡ് ചെയ്ത് ഈ ഒരു ലെവലിലാക്കിയത്. ഇപ്പോൾ ഏതൊരു രീതിയിലും എങ്ങനെയുള്ള ഒരു സ്ഥലത്തും വർക്ക് ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. 213 റൂൾസ് എടുത്തത് ഞാൻ ഇവിടെ നിന്ന് 45, 50, 55, 60 എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നുമില്ല. എക്സ്പീരിയൻസ് ചുമ്മാ 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ചെയ്തിട്ട് പോകാനുള്ള ഉണ്ടായിരുന്നു. അങ്ങനെ UDS എന്ന് പറയുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് അത് വളരെ വലുതാണ്. അതിൻ്റെ വ്യക്തി ജീവിതത്തിലായാലും എനിക്കുള്ള കണക്ഷൻസ് ആയാലും ഒരുപാട് കണക്ഷൻസ് എനിക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റി. കോർപ്പറേറ്റ്സിലായാലും ട്രാവൽ ഏജൻസിലായാലും അല്ലാതെയല്ല. അതുകൊണ്ട് UDS എന്ന് പറയുമ്പോൾ ഞാൻ ഈ അലൂമിനി എന്ന രീതിയിലല്ല ഞാൻ കാണുന്നത്. സ്റ്റിൽ ഐ ആം എ പാർട്ട് ഓഫ് UDS എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിപ്പോൾ
എഴുതിയാലും രാഷ്ട്രീയാണെങ്കിലും ആദ്യം എപ്പോഴത്തെ കണ്ടാലും എൻ്റെ ബോസ് ഇപ്പോഴും എക്സിസ്റ്റിംഗ് ബോസ് എന്ന രീതിയിലാണ് ഞാൻ പെരുമാറുന്നത്, എന്നോട് അവർ പെരുമാറുന്നത്, സംസാരിക്കുന്നത്, കാര്യങ്ങൾ ചോദിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അലോനി എന്നുള്ള വാക്ക് ഞാൻ എൻ്റെ ഈ ഒരു പരിപാടിയിൽ നിന്ന് മാറ്റി വെക്കുന്നു. ഐ ആം എ പാർട്ട് ഓഫ് UDS. അതുകൊണ്ട് പിന്നെ എല്ലാവരെയും കാണാൻ പറ്റി. സോണി, ശുഭ, കാഞ്ചന, അങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്, ഇവിടെ വർക്ക് ചെയ്യാത്ത എത്രയോ ആൾക്കാരുണ്ട്, ഞാൻ അറിയാത്ത ആൾക്കാരുണ്ട്. സജിയൊക്കെ ഞങ്ങൾക്ക് പഴയ ഓൾഡ് വാരിയേഴ്സാണ്, പലയിടത്തും കിടന്ന് കൂട്ടം തന്നെയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി. ഷാലിന്, റഷീ സാർ ഇതൊക്കെയുണ്ടായിരുന്നു. റഷീ സാർ ഞാനും കേട്ട ഒരുപാട് അടിയുണ്ടായിരുന്നു ബണ്ടോസിൽ കിടന്നിട്ട്. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് എടുക്കാൻ സാറൊന്ന് പറഞ്ഞു വരുന്നത് എന്തോ ഇത് കാണുന്നില്ല, ആഗസ്റ്റിന്റെ DRC കാണുന്നില്ല, പാസ്പോർട്ട് കാണുന്നില്ല. അങ്ങനെ അടിയുണ്ടാക്കി മുരളി, ഇതൊക്കെ എല്ലാം പഴയ ആൾക്കാരാണ്. എല്ലാവരും വീണ്ടും ഒന്നുകൂടെ കാണാൻ കഴിഞ്ഞ സന്തോഷം. ഓർമ്മകൾ ഒരുപാടുണ്ട്. സ്റ്റിൽ ആ ഓർമ്മകളെല്ലാം വളരെ നല്ല ഓർമ്മകളാണ്. നമുക്ക് വീണ്ടും ഇതുവരെ കൂടാനുള്ളൊരു സന്ദർഭം ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. UDS ഇനിയും ഉയരത്തിലേക്ക് പോകട്ടെ. അപ്പം നമുക്ക് പറയാം, ഒരിക്കൽ ഞാനും UDSന്റെ ഒരു ഭാഗമായിരുന്നു. അതിൻ്റെ ഒരു മൂലകിരിക്കുന്ന ഒരു കല്ലാണ് ഞാൻ എന്നിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അന്ന് ചെയ്ത ജോലിയുടെ ജോലിയുടെയും അതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ UDS ഇങ്ങനെ ഉയർന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മൂലക്കല്ലായിട്ട് ഒരുപോലെ ഇരിക്കുന്നത് എനിക്ക് സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സജി പ്രസാദ് ഫോർ വണ്ടർഫുൾ വേർഡ്സ്. ഇനി അടുത്ത് നമുക്ക് രാവിലേക്ക് പോവാം. നമുക്ക് ഈ രാജ് സാർ വരുന്നതിന് മുമ്പ് ഞങ്ങളൊരു സീക്രട്ട് പറയും. ഈ രാജ് സാർ ഞങ്ങളെയൊക്കെ മോൾഡ് ചെയ്തു, പക്ഷെ രാജ് സാറിനെ മോൾഡ് ചെയ്തൊരു വ്യക്തി കൂടിയുണ്ട്. നിങ്ങൾക്ക് ആർക്കാരും പറയാമോ? ഞങ്ങൾ പോകുന്ന സമയത്ത് രാജ് സാറിനെ നല്ലപോലെ മര്യാദ പഠിപ്പിച്ചൊരു വ്യക്തിയുണ്ട്, നമ്മുടെ സതീഷ് സാർ. അല്ലെങ്കിൽ കൈ കൊടുക്കുക, നമ്മുടെ ഇപ്പോഴത്തെ HR. രാജ് സാറിന് അതുകൊണ്ടാണ് രാജ് സാർ വരുന്നതിന് മുമ്പ് പറയുന്നത്. അതിന് തൊട്ടടുത്ത് പുള്ളിക്ക് പേര് കൊടുക്കാനായിട്ട് നമ്മുടെ ഗുരുപ്രസാദ് സാർ. ഇവർ രണ്ടുപേരുമാണ് ഇപ്പോഴത്തെ രാജ് സാറിനെ നിങ്ങൾ കാണുന്നത്. രാജ് സാറിനെ ഇങ്ങനെ ആക്കിയിട്ട് ഇവർ രണ്ടുപേര്. അപ്പൊ നമുക്ക് നല്ലൊരു കൈ കൊടുക്കാം അവർക്ക് വേണ്ടിയിട്ട്. ആരാണ് മുമ്പോട്ട് വരുന്നത്? അതാണ് ഞങ്ങൾ അങ്ങോട്ട് വരണം. 1 minute. നെക്സ്റ്റ് നമുക്ക് ഒരു ഫീമെയിൽ കാൻഡിഡേറ്റ്. ഗുഡ് ഈവനിങ് ടു ആൾ. ഞാൻ കാഞ്ചന പാട്രിക്ക്. ഇവിടെ 2010 മുതൽ 2013 വരെ വർക്ക് ചെയ്തിരുന്നു. ഞാൻ വെൽനസ് കോർഡിനേറ്ററായിട്ട് തുടങ്ങി. ഗസ്റ്റുലേഷൻ ചെയ്തു, റഷ്യൻ ട്രാൻസ്ലേഷൻ ചെയ്തു, മാഡത്തിന്റെ സെക്രട്ടറി ആയിട്ടിരുന്നു. ഇങ്ങനെ പിന്നെ ആയുർവേദ അസിസ്റ്റന്റ് മാനേജറായി. UDSന്റെ എല്ലാ കോർണറിലും ഞാൻ പോയിരുന്നു. സോ ഇപ്പോ എനിവേ ഗോയിങ് ഫോർ ആൻ ഇന്റർവ്യൂ ഓർ എനിത്തിങ്, ഞാൻ എന്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയുന്നത് UDSന്റെ പ്രോഡക്റ്റ് ആണ്. ഉദയസമുദ്ര എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എന്റെ റീച്ച് കൂടുക. കാരണം ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്. വി ക്യാൻ ലേൺ സോ മെനി തിങ്സ്. എനിക്ക് ഡെസ്റ്റിനേഷൻ തുടങ്ങി. ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ജനറൽ മാനേജറായിട്ട് നിൽക്കുന്നു. സോ അത് ബേസ് എന്ന് വെച്ചാൽ UDSന് കിട്ടിയ ബേസ് തന്നെയാണ്. സോ ഐ എം സോ ബ്ലെസ്ഡ്. ഈ ഒരു ഫാമിലിയുടെ പാർട്ടാവാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നിങ്ങൾ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഇതിന്റെ സ്പെഷ്യലി രാജശേഖരൻ സാറ്, രാധ മേഡം, അവരുടെ മക്കള് റിക്കി, കാർത്തു, ഇവരെല്ലാം, തുളസി, ഇവരൊക്കെ എന്റെ ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ രാജ് സാറ്, പ്രസാദ് സാറ്, ഇവരൊക്കെ എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടവരാണ്. എന്റെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിലും ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. പേഴ്സണലി, പ്രൊഫഷണലി ഒരു ഗ്രോത്ത്. ഇതിനായിരുന്നു തുടക്കം. So I really enjoyed working with, I was really enjoyed. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ചാർട്ടർ ഫ്ലൈറ്റ് വരുന്നതും, അപ്പൊ അവരുടെ ആയുർവേദ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും, അവർക്ക് ട്രാൻസ്ലേഷൻ ഇരിക്കുന്നതും, ഇതൊക്കെ ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. It was really a glorious time for me. So thank you so much. ഇത് എൻ്റെ ഒരു എന്താ പറയാ, എന്റെ ഫാമിലി, ഇറ്റ്സ് മൈ ഫാമിലി. സോ ഇപ്പോ ഞാൻ കോടിയം സോപാനത്തിന്റെ കോർപ്പറേറ്റ് ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓൺലി 25 ഡേയ്സ് ആയിട്ടേ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. എന്റെ മക്കൾ 2 പേരും കൂടെ ഉണ്ട്.
ജാക്ലിൻ പാട്രിക്കും ജിജോ പാട്രിക്കും 3 മക്കളാണ്. ജാക്സൺ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. 3 പേരും വർക്കിംഗ് ആണ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഫാമിലി. താങ്ക് യു. Thank you, Kanchana. ഗുഡ് ഈവനിങ്. എനിക്ക് പണി തരല്ലേ എന്ന് ഒരുപാട് പറഞ്ഞതാണ് കേട്ടോ. എന്നാലും എപ്പോഴും എനിക്ക് പണി തരും. എനിക്ക് പ്രസംഗിക്കാൻ ഭയങ്കര മടിയാണ്. എന്റെ റിസർവേഷനിലായതുകൊണ്ട് ഫോൺ വഴിയുള്ള പരിപാടിയാണ്. നേരിട്ടുള്ള പരിപാടി നമ്മൾ വളരെ കുറവാണ്. അത് കാരണം തരല്ലേ എന്ന് പറഞ്ഞതാണ്. പക്ഷെ എനിക്കിട്ട് പണി തരും എപ്പോഴും. എന്റെ പേര് മിനി. ഞാൻ 2001 ഇവിടെ ജോയിൻ ചെയ്തു. അപ്പൊ പ്രേംചന്ദ്രൻ സാറായിരുന്നു GM. അത് കഴിഞ്ഞാണ് രാജ് സാറ് വരുന്നത്. രാജ് സാറ് വരുമ്പോൾ ഏതാണ്ടുള്ള സ്റ്റാഫ് എല്ലാം ഒന്ന് കളഞ്ഞിട്ട് പോയി. ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉദയണ്ണനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറെ പേരൊക്കെ നിന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം രാജ് സാറിന്റെ വർക്ക് സ്റ്റൈല് കേട്ട് പേടിച്ച് ഓടിപ്പോയായിരുന്നു. നമ്മൾ കുറെ പേരൊക്കെ നിന്നിട്ടുണ്ട്. ഇപ്പോഴും ഉദയണ്ണനൊക്കെ അന്ന് തൊട്ടേ ഉണ്ട്. ഞങ്ങൾ അന്ന് 28 റൂമുണ്ട്, ഒരു സ്വിമ്മിംഗ് പൂളും. പിന്നെ ഞാൻ 2007 ഇറങ്ങുമ്പോൾ 173 റൂം, 2 സ്വിമ്മിംഗ് പൂളും 3ാമത്തെ പൂളിന്റെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ പുതിയ ലോബിയുടെ വർക്ക്. അപ്പൊ ആ സമയത്താണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ ഞാൻ തോമസിലായിരുന്നു. അത് കഴിഞ്ഞ് രാജധാനിയില്, അത് SP ഗ്രാൻഡേഴ്സ്. ഇപ്പൊ ഞാൻ ഒരിടത്തും വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം 4 മാസമായി വീട്ടിലാണ്. ഫുൾ റെസ്റ്റാണ്. കാര്യം അറിയാമല്ലോ, അന്ന് ഇന്നത്തെ പോലെ അല്ല. അന്നുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ജോലിയും ചെയ്യും. കാര്യം റിസർവേഷനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 173 റൂം ആവണ വരെ ഞാൻ ഒരാളെ ഉള്ളൂ റിസർവേഷനിലേക്ക്. ഞാൻ ഇറങ്ങുമ്പോഴാണ് 3 സ്റ്റാഫിനെ എടുക്കുന്നത്. അത് കഴിഞ്ഞാണ് അടുത്ത് വരുന്നത്. അപ്പൊ ആ ഒരു സമയം എന്ന് വെച്ചാൽ നമ്മള് എത്ര സ്റ്റാഫ് ഉണ്ടോ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. ആ ഒരു രീതി നമുക്ക് ഒരിക്കലും എനിക്ക് മറ്റൊരു പ്രോപ്പർട്ടിയിൽ അത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ. പക്ഷെ സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സാറിന് ഭയങ്കര ടൈം ബൗണ്ടാണ്. എന്ത് കാര്യവും സാറിന് ആ പറയുന്ന സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ ആ ഒരു ഇതുകൊണ്ടാണ് പലരും വിട്ട് കളഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ഒരുപക്ഷെ നമുക്ക് ഫ്യൂച്ചറിലൊക്കെ നമുക്കത് വളരെ ബെനിഫിറ്റാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ എന്ത് റെസ്പോൺസിബിലിറ്റി കിട്ടിയാലും നമ്മൾ ചെയ്യും. ആ ഒരു മോഡിലേക്ക് നമ്മൾ മാറാൻ കുറെ കൂടി പ്രൊഫഷണലായിട്ട് നമുക്കൊന്ന് മാറാനായിട്ട് സാറിന്റെ ആ ട്രെയിനിങ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഒരു പ്രൊഫഷണൽ ട്രെയിനറാണ് സാറ്. കാരണം എന്തെങ്കിലും കാര്യം അറിയാന്നുള്ള എല്ലാ സാറും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. നമ്മൾക്ക് അത്രയും ട്രെയിനിങ് തരുമായിരുന്നു. അപ്പൊ അത് നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ളൊരു നമ്മളെ ശരിക്കും മോൾഡ് ചെയ്യും. നമ്മൾ പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യാനും നമ്മുടെ വർക്ക് വൈസ് നമ്മൾ കൂടുതൽ പ്രൊഫഷണൽ ആവാനൊക്കെ നമ്മളത് സഹായിക്കും. പിന്നെ MD മാഡം അന്ന് MD മുംബൈയിലാണ് താമസം. സാറ് വല്ലപ്പോഴേക്കേ വരാറുള്ളൂ. വരുമ്പോൾ 1-2 ആഴ്ച കാണും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഉദയണ്ണന് ഒരു സമയവും ഉണ്ടാവില്ല. അവര് പുറകെ തന്നെയായിരിക്കും ഉദയണ്ണൻ. അവര് പോകുന്നവരെ ഉദയണ്ണൻ ഭയങ്കര ബിസിയാണ്. പിന്നെ സാറ് ഭയങ്കര സപ്പോർട്ടീവാണ്. സാറ് അന്നത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും നമ്മളടുത്ത് പെരുമാറുന്നത്. വേറെ എനിക്ക് തോന്നുന്നില്ല ഒരു ഹോട്ടൽസിലും പോയി കഴിഞ്ഞ സ്റ്റാഫിന്റെ അടുത്ത് അതേ ഒരു സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു MDയും ഒരു ബോസും കാണുന്നില്ല. ഇവിടെ മാത്രമേ നമ്മൾ എനിക്ക് തോന്നുന്നില്ല ഒരു ഹോട്ടലിൽ ഇങ്ങനെ ഒരു അലുമിനി ഉണ്ടെന്ന് തോന്നുന്നില്ല. പല പ്രൊഫഷനിലും ഉണ്ടാവും. പക്ഷെ ഹോട്ടൽ ഫീൽഡിലുള്ള അലുമിനി, ഒരു സ്ഥാപനത്തിന് ജോലി ചെയ്തവരുടെ അലുമിനി അതിവിടെ UDS-ലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരിടത്തുള്ളതായിട്ട് എന്റെ അറിവിലില്ല. അത് കാര്യം ഉണ്ടെങ്കിൽ പറയാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് സ്റ്റാഫിന്റെ അടുത്ത് അത്രയും ഒരു കെയറിംഗ് ആണ്. MD ആയാലും രാജസാറായാലും എല്ലാവരും ആ ഒരു കെയറിംഗ് ഉണ്ട് സ്റ്റാഫിന്റെ അടുത്ത്. നമ്മൾ എവിടെ പോയാലും നമ്മൾ അവരെ ഓർക്കുന്നുണ്ട്. നന്നായിട്ട് ഓർക്കാനും ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇന്നിപ്പോ ഉള്ളവരുടെ എക്സ്പീരിയൻസ് എനിക്ക് അറിയത്തില്ല അതെങ്ങനെയാണ്. പക്ഷെ അന്ന് ആ ഒരു ഫാമിലി എന്ന് പറയുന്നത് നമ്മളൊരു ഫാമിലി വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. റൂമിന്റെ ഷോർട്ടേജും സമയത്തിന് പണി തീരാത്തോണ്ടുള്ള ബുദ്ധിമുട്ട്. അപ്പോഴേ എല്ലാവരും ഒരുപോലെ നിൽക്കും. രാജസാർ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ എല്ലാവരും പിറകെ ഇറങ്ങും. അങ്ങനെ അത് ആർക്കും മാറി നിൽക്കും. എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്യാനായാലും ഒരു ഈഗോ ഇല്ല ആരും. എല്ലാവരും നല്ല ഫ്രണ്ട്ലി. അപ്പൊ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ വളരെ നല്ലതാണ്. നമ്മൾ ശരിക്കും വ്യക്തി
അല്ലെങ്കിൽ പോലും വളരെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മളത് വർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഷാജി, ശർമ്മ, സുരേഷ്, നമ്മൾ ഒരുപാട് പേരുണ്ട്. ഉണ്ണി, രമേശ് സാർ അന്നുമുണ്ട്, പിന്നെ ഷീ സാറ്, അതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. ശ്രീകുമാർ, ഉദയണ്ണൻ, ഒരുപാട് പേരുണ്ട്. ഷിജോ, രാമ, മഞ്ജു ഒന്നും വന്നിട്ടില്ല. സോണി, പിന്നെ മറ്റു പലരെയും ഇവിടെ വെച്ചിട്ടുള്ള പരിചയമാക്കാം. വേറെ പല പ്രോപ്പർട്ടിയിലും വെച്ചിട്ടുള്ള കാഞ്ചനെ ഞാനൊന്നും ഒരുമിച്ച് വർക്ക് ചെയ്ത് നമ്മൾ മൗലിയിലുണ്ടായിരുന്നു കാഞ്ചനെ. എന്നാലും ഇവിടെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വർക്ക് ചെയ്തില്ല. അതിനുശേഷം പല കോൺഫറൻസിലും നമ്മൾ വെച്ച് പരിചയമുള്ളവരും പലരുണ്ട്. നമ്മൾ ഈ ഒരു കുറേ ഗ്യാങ് ഉണ്ടായിരുന്നു അന്ന്. അത് ഭയങ്കര എൻജോയബിൾ ആയിരുന്നു ആ ഒരു ടൈം എന്ന് പറയുന്നത്. പിന്നെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു ടൈം കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോഴും അത് ഭയങ്കരമായിട്ട് മെമ്മറിയിൽ എപ്പോഴും ഉള്ള കാര്യമാണ്. അപ്പൊ താങ്ക്സ് എല്ലാവർക്കും. ഹലോ, താങ്ക് യു. പ്രസംഗം മടിയാണെന്ന് പറഞ്ഞിട്ട് 1.5 മണിക്കൂർ പ്രസംഗിച്ചു. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പിടിച്ചോണ്ട് വന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ സൈഡിലൊന്നും ആരും അനങ്ങുന്ന പോലും ഇല്ല. നീ ആരെങ്കിലും ഒരാൾ വോളണ്ടിയർ ആയിട്ട് പറയാം, ഒന്ന് കൈവെക്കാമോ? ആരുമില്ല. അല്ലെങ്കിൽ ഉദയണ്ണൻ സംസാരിക്കേണ്ടി വരും കേട്ടാ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തില് അല്ലെങ്കിൽ ഈ UDSന്റെ നെടുന്തൂണായിട്ട് അന്നും ഇന്നും ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഉദയണ്ണൻ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ആമുഖമായിട്ട് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് അതിന്റെ ബാക്കിയൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ഓടി മടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ ആ ഓടി എത്തുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അന്നത്തെ സ്റ്റോർ റൂം. അതാണ് നമ്മുടെ ഉദയണ്ണൻ. ഞങ്ങളുടെ ഉദയണ്ണന് വേണ്ടി നല്ലൊരു കൈഡി കൊടുക്കാമോ? ഉദയണ്ണൻ സംസാരിക്കുകയെന്ന് പറഞ്ഞു. സംസാരിക്കും 2 വാക്ക് സംസാരിക്കും. ഉദയ സാറിനോട് സംസാരിച്ചു. ഉദയണ്ണൻ ഇരുന്നുകൊണ്ട് സംസാരിച്ചാൽ മതി. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഉദയനാണ് താരം. എല്ലാവർക്കും നമസ്കാരം. ഈ ഉദയസമുദ്ര എന്നൊരു സ്ഥാപനത്തിൽ 1998 ഡിസംബർ 20 ഞാനിവിടെ ജോയിൻ ചെയ്തു. അന്ന് തൊട്ട് ഇതുവരേക്കും 1000-ലേറെ, 2000 സ്റ്റാഫുകളുമായിട്ട് ഇടപെടുകയും നല്ല രീതിയിൽ പോവുകയും ചെയ്തു. ഒരുപാട് പേര് ഇവിടെ നിന്നും പോയിട്ട് കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ ഈ അലുമിനി നടത്തുന്നത് എനിക്കതിൽ വളരെ സന്തോഷമാണ്. കാരണം നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് സ്റ്റുഡൻസ്, കോളേജ് മേറ്റ് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ട് ഒരു സ്ഥാപനത്തിലും വലിയ വലിയ പ്രോപ്പർട്ടി ആയിരുന്നാലും നടക്കാത്ത ഒരു രീതി ഈ ഉദയസമുദ്രയിൽ ടീം ഇതെടുത്ത് മുൻകൈയെടുത്ത് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമാണ്. ഇവരെ എല്ലാവരെയും എനിക്ക് കാണാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷം. വർഷങ്ങളായി 26 വർഷം ഈ കമ്പനിയുടെ എന്റെ എം ഡിയുടെ സ്ഥാപനത്തിൽ 26 വർഷം ഞാൻ പൂർത്തിയാവുകയാണ്. ഇവിടെ നിന്ന് പോയവരെല്ലാം ഇന്നും നല്ല നിലയിലും എല്ലാം മുന്നേറ്റങ്ങളെ കൂടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഉദയസമുദ്ര ഒരു അമ്മ തന്നെയാണെന്ന് പറയാം എല്ലാവർക്കും. എനിക്ക് ഈ സ്ഥാപനത്തോട് ഇന്നും എല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് പോകുന്നത്. ഇത് കൈവിടരുത്, ഇത് കണ്ടിന്യൂ ആയിട്ട് നിൽക്കണം. ഇതിന് കൂടുതൽ കൈയെടുത്ത നമുക്ക് ഇതിനോട് ഈ ഒരു അഭിനയം നടത്താനായിട്ട് ശ്രമിച്ച ഷിൻസ് എടുത്തു പറയേണ്ടതാണ്. സോണി, പിന്നെ ശ്രീകുമാർ, സ്റ്റാലിൻ, ജേസി, എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഇത് ഒരു കൂട്ടായ്മയുടെ ഭാവം ഇത്രയും എടുത്ത് നമുക്ക് ഈ UDSന് ഇത് നടത്തിയല്ലോ. ഞാനിത് 4ാമത് പ്രാവശ്യം എല്ലാത്തിലും പങ്കെടുത്തു. പക്ഷെ എനിക്ക് എൻ്റെ ഒരു അനുസരിച്ച് പറയാം, വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ കൂടെ പ്രവർത്തിച്ചത് 26 വർഷം കൊണ്ട് പ്രവർത്തിച്ച ഇത്രയും പേര്, ഇതൊന്നും അല്ല 150, ഇനി വിളിച്ചാൽ പല സ്ഥലത്തുനിന്നും വരാൻ 1000-ലേറെ പേരുണ്ട് നമ്മുടെ കൂടെ അന്ന് ജോലി ചെയ്തവർ. പക്ഷെ എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വളരെ ദൂരത്തിൽ നിന്ന് വന്ന വേളാങ്കണ്ണിയിൽ നിന്ന് വന്നു നമ്മളെ ശക്തി, ഇതൊക്കെ നമുക്ക് അജിത്ത്, അതെ അജിത്ത്, പിന്നെ ഇതാ നിൽക്കുന്നു ഷിജോ സർ, ഓസ്ട്രേലിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അറിയാം. ഓസ്ട്രേലിയയിൽ നിന്നാണ് ഫാമിലിയോടെ നമ്മള് ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്ന പറയുമ്പോൾ
സ്റ്റാലിൻ, എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു വെരി മച്ച്. ഉദയൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലഘട്ടം UDSന്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1900 അന്ന് മുതൽ 2000 ഇന്ന് വരെ എന്ന് പറഞ്ഞിട്ട് അടുത്ത നമ്മുടെ റഷീദ് സാർ രണ്ടുപേരും സംസാരിക്കണം. നമ്മുടെ ഫ്രണ്ട് ഓഫീസ് മാനേജറായിരുന്നു റഷീദ് സാർ. നമസ്കാരം, ഗുഡ് ഈവനിങ്. 2005 to 2010 I was working as a front office manager. ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഡ്യൂട്ടി മാനേജർ ജോയിൻ ചെയ്തു. 2008 I think 2 years I was working as a front office manager. എല്ലാവരെയും ഇത് I think തേർഡ് അലുമിനി പോസ്റ്റ് എല്ലാ അലുമിനി പിന്നെ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇവിടെ പറയുകയാണെങ്കിൽ JC, അജിത് സാറ്, സിജോ സാറ്, സോണി ആൻഡ് ഷാലിൻ എല്ലാവരും വളരെ എഫേർട്ട് എടുത്താണ് ഈ നമ്മളെല്ലാം ഒരുമിച്ച് ഇവിടെ കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വി ഹാവ് ടു താങ്ക്സ് ടു MD ആൻഡ് CD സാർ. കാരണം എൻ്റെ നാളത്തിൽ ഇതുപോലുള്ള ഒരു ഇത് ഹോട്ടലിൽ ഹോസ്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ് ഫസ്റ്റ് ടൈം ആയിരിക്കും. ആരും ഇതുപോലെ ചെയ്തില്ല. അതുകൊണ്ട് നമുക്ക് MDക്കും ഇവിടുത്തെ CD സാറ് വളരെ തന്നെയാണ്. പിന്നെ HR സതീഷ് സാർ നമ്മൾ ഒരുമിച്ച് ഒരേ വീട്ടിൽ താമസിച്ചിരുന്നു ഇവിടെ 2005 to 10 years, ഒരു 5 years സാർ ഇവിടെ ഉണ്ട്. വളരെ ഇപ്പൊ ഞാൻ ലക്ഷർ ട്രെയിൻസ് ഹോളിഡേസ് എന്ന് പറഞ്ഞിട്ട് 2010 to still going on ട്രാവൽ ഏജൻസ് ആണ്. After I leave from here, ഇവിടെ ഇഷ്ടംപോലെ മോർ ദാൻ 10 ഗ്രൂപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ FIT ചെയ്യാറുണ്ട്. റെഗുലറായിട്ട് ഞാൻ ഇങ്ങോട്ട് വരാറുണ്ട് ഇവിടെ വിത്ത് ഗ്രൂപ്പ് ആൻഡ് ഇൻഡിവിജ്വലി. ഓക്കെ, നിങ്ങൾ എല്ലാവരെയും കണ്ടതിന് വളരെ താങ്ക്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സതീഷ് സാറെ. കൂടുതൽ താമസിച്ചിട്ട് ഒരു മാറ്റം വന്നില്ലോ, നന്നായില്ലല്ലോ. ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ ഇരട്ടകളുണ്ടായിരുന്നു. ഞങ്ങളുടെ FRBയിലെ പുലികളായ 2 ഇരട്ടകൾ, ഒന്ന് ശർമ്മ സാറ്, ഒന്ന് ഷായ് സാറ്. നമുക്കിവരെ 2 പേരെ കൂടെ സ്റ്റേജിലേക്ക് ഒന്ന് ഏറ്റവും സ്നേഹത്തോടെ കൈയടിച്ച് നമുക്ക് ക്ഷണിക്കാം. ഷായ് സാറേ. സുരേഷ്. അപ്പൊ ഇരട്ടകൾ മാറിപ്പോയല്ലോ. ത്രിമൂർത്തികള്. ഈ നാണമൊന്നും സാധാരണ ഇല്ലാത്തതാണ്. ഓക്കെ, ഗുഡ് ഈവനിങ് ആണ്. ഒരു ഡേ 1 മുതൽ വർക്ക് ചെയ്യാൻ പറ്റിയ അപൂർവ സാഹചര്യത്തിൽ ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് UDS എന്ന് തന്നൊരു കോൺഫിഡൻസ് ലെവൽ ടീമാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു ടീം വർക്കും ആ ഒരു കോൺഫിഡൻസ് ലെവലാണ് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ 15 years ആയിട്ട് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നത്. ഒരു സ്ഥാപനത്തിൽ 20 years ആ കോൺഫിഡൻസ് ലെവൽ എനിക്ക് ഇവിടുന്നാണ്. സോ അങ്ങനെ വർക്ക് ചെയ്ത ഒരാളാണ്. ഡേ 1 മുതൽ ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ MD സാറ്, രാജശേഖർ സാറ്, പ്ലസ് ജോവൻ സാർ ഇവരുടെയൊക്കെ തന്നൊരു ക്ലിയറും ട്രെയിനിങ്ങും ഒക്കെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എനിക്ക് ഒന്ന് ഞങ്ങളൊക്കെ ഈ ലെവലിൽ ഇവിടെ നിൽക്കുന്നതെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സോ എല്ലാവരും അതോടൊപ്പം ഇത് എനിക്ക് 2 ഇത് 3ാമത്തെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ശ്രീകുമാറെ എല്ലായിടത്തും റിപ്പോർട്ട് സോ Thank you for all. Thank you. ഇവരിങ്ങനെയല്ല കേട്ടോ. ചാർത്തൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് സംസാരിക്കും. Hi, good evening.
അറിയാവുന്ന ആൾക്കാർ കുറച്ചേ ഉള്ളൂ. ഞങ്ങൾ പലരും വേറെ പല ഹോട്ടൽസിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള പരിചയമുള്ള ആൾക്കാരുണ്ട്. കുറെ പേര് പുതിയ സ്ഥലത്തിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് പേരാണ്. ഞാൻ 2012, 2014 സെയിൽസിലായിരുന്നു. ആക്ച്വലി നേരത്തെ നമ്മുടെ പല റിലേറ്റീവ്സ് ആണ് നമ്മുടെ പലരും പറഞ്ഞായിരുന്നു, നമ്മുടെ ഇവിടെ UDS ഇതിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകത. ഒരുപാട് പല പല ഹോട്ടൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും UDS മാത്രമാണ് ശരിക്കും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ, ഇതേപോലെ ഒരു റീയൂണിയൻ എനിക്ക് വേറെ ഒരു ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഹോട്ടൽ ഇൻഡസ്ട്രി ഇല്ലാത്ത ഒരു കാര്യമാണ്. വളരെ യൂണിക് ആയിട്ടുള്ള കാര്യമാണ്. അതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ സോണി, ഷിൻസ്, ശ്രീകുമാർ, JC ഇവരുടെയൊക്കെ ഒരു എഫേർട്സ് ആണ് ഇതിന് കാരണം. ശരിക്കും ഈ ഒരു നമ്മുടെ UDSലെ നമ്മൾ ഹോട്ടൽസിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എവിടെ പോയാലും നമുക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരു വലിയൊരു സമ്പാദ്യമാണ് UDSൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്കൊരു വലിയൊരു വഴിത്തിരിവാണ്. ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി ഈ ഡെയിലി 100% ഓക്കുപൻസി പോകുന്നു. അപ്പം ആ ഒരു ലൈഫ് നമ്മൾ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പല പല ഹോട്ടൽസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. സോ എൻജോയിങ് UDS. ഞങ്ങൾ ഇപ്പോഴും അസോസിയേറ്റ് ആണ്. ഞാനിപ്പോൾ ഞങ്ങൾ സെൻട്രീൻ ഹോട്ടൽസ് പറഞ്ഞ ഒരു കമ്പനി വർക്ക് റൺ ചെയ്യുകയാണ്. സോ നമ്മളിപ്പോഴും പുതിയ സമുദ്രം അസോസിയേറ്റഡ് ആണ്. എവരി വീക്ക് നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരെ വിചാരിക്കുന്നത് ഞാനിവിടെ സ്റ്റാഫിനെ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോഴും. കാരണം എല്ലാ ആഴ്ചയും ഞാൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പുതിയ സമുദ്രം വരാറുണ്ട്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ഹസൻ. ഒരു കാലഘട്ടം മുഴുവൻ ഉണ്ടായിരുന്നതാണ്. സംസാരിച്ച 2015 വരെ ഞാനിവിടെ 10 വർഷക്കാരാണ്. ഒരു ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ലെവലിൽ തുടങ്ങി ഡെപ്യൂട്ടി ഹൗസ് കീപ്പർ ലെവലിൽ ഞാനിവിടെ ഇരുന്നു. ഇപ്പോൾ നിലവിൽ ഞാൻ രാജധാനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിലെ കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മൂല്യ രാജധാനിയുടെ ഓപ്പറേഷൻ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ഈ 2 കാലഘട്ടത്തിൽ എനിക്ക് ഇവിടെ നിന്നുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് അണ്ടർ പ്രഷറിലും അല്ലാതെ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ നിന്ന് കിട്ടി. അത് നമുക്ക് ഏത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും ഏത് സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാലും നമുക്കത് പ്രയോജനകരമായിരിക്കും. ഇപ്പോൾ ഷിജോ സാറിനോട് ഞാൻ രാവിലെ ബന്ധം പറഞ്ഞത് അതാണ്. നമുക്കതുപോലത്തെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ രീതിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റാൻ വേണ്ടി എല്ലാവരും ഒത്തുചേർന്നു. അതുകൊണ്ട് അവസരമുണ്ടായി സംഘാടകർക്ക് ആദ്യമേ നന്ദി പറയണമായിട്ട്. അപ്പോൾ എല്ലാം ഇനിയും നമുക്ക് ഇതുപോലെ അവസരങ്ങൾ കിട്ടട്ടെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് എല്ലാവർക്കും ഒന്ന് മുമ്പോട്ട് കയറിയിരുന്ന അല്ലെങ്കിൽ ബാക്കിൽ നിൽക്കുന്നവർക്കൊന്ന് പോയി. ഇപ്പം 6 മണിക്ക് MD സാറും രാജ് സാറും എല്ലാവരും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഓർഗനൈസ് ആയിട്ട് മുമ്പോട്ട് പറയുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. നമുക്ക് മുമ്പിലോട്ട് വരാമോ? എല്ലാവരും ഫ്രണ്ടിലോട്ട് വന്നേ. ഡോക്ടർ ശുഭ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആക്ച്വലി എൻ്റെ മോൾ ഉണ്ടായതിന് ശേഷം അവൾക്കൊരു 8 മാസമായപ്പോഴാണ് എനിക്ക് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഇവിടെ ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്, അത് ഞാൻ പറയാൻ മറന്നു. ഇവിടെ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പങ്കജകസ്തൂരി ഹോസ്പിറ്റൽസ് ആയിരുന്നു സെൻറ്റർ നടത്തിയിരുന്നത്. അപ്പോൾ UDS ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം ഞാനും ഡോക്ടർ നവീനും കൂടിയാണ് ആയുരാശ്രം നമ്മൾ ഒന്ന് ഡെവലപ്പ് ചെയ്ത് സ്റ്റാഫിനെയൊക്കെ റിക്രൂട്ട് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. വളരെ നല്ല അനുഭവമാണ്. ഞാനിപ്പോഴും എൻ്റെ അമ്മയും പറയും, പ്രത്യേകിച്ച് അമ്മ പറയുന്നത് നമ്മുടെ MD സാറിനെ കുറിച്ചാണ്. ഇത്രയും ഒരു സ്റ്റാഫിനെ കെയറിങ് ആയിട്ടുള്ളൊരു MD വേറെ ഒരിടത്തും കാണത്തില്ല. പിന്നെ രാജ് സാറിൻ്റെ കാര്യം, ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ്. ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ പ്രസാദ് സാറായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എന്താണ് കാഞ്ചന മാം, അജിത് സാർ, ഫില്ലി മാം, ദിൽജിത്ത്, അവരൊക്കെ ഒരു നല്ല ഒരു എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലി ആയിരുന്നു. പിന്നെ എൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇവിടുത്തെ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു ഒരു ഗ്രൂപ്പായിട്ട് വന്ന് ഞങ്ങൾ അടിച്ചു പൊളിച്ചത്. വേറെ എന്താ പറയാൻ,
എല്ലാവരും പറഞ്ഞ അതേ ഡയലോഗ് തന്നെ കേട്ടോ. ഇവിടെയൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും വർക്ക് ചെയ്യാം. കാരണം ഞാൻ പോർച്ചുഗലിൽ ഒരു 5 years ഉണ്ടായിരുന്നു. അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൂമിലേക്ക് പോവാം. ഇവിടെ പക്ഷെ നമ്മൾ ടൈം നോക്കാതെയാണ് ജോലി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഗസ്റ്റ് അവരുടെ പിന്നെ കംഫേർട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ തോന്നത്തുള്ളൂ. ഈവൻ ഇഫ് മൈ ബേബി ഗേൾ വാസ് ഓൺലി 8 months. കാരണം നമ്മ വീട്ടിൽ നോക്കാനുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അത്രയും റെസ്പോൺസിബിളായിട്ട് നിൽക്കാൻ ഫീൽ ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ ജോലി ഇവിടുന്ന് റിസൈൻ ഇട്ടപ്പോൾ ആക്ച്വലി MD ഇവിടെ ഞാൻ പോകുന്നതിന് മുമ്പ് സാറ് വന്നിരുന്നു. അപ്പോൾ ആയുരാശ്രമത്തിൻ്റെ മുമ്പിൽ കൂടെ നടന്നു പോകുമ്പോൾ സാർ എന്നെ കണ്ടു. എന്നിട്ട് സാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ ഡോക്ടർ പോവാന്ന് അറിഞ്ഞല്ലോ, കുറച്ച് നാളുകൂടി നിന്നുകൂടെ? അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഫാദറിലോ വയ്യാതിരിക്കുകയാണ്, അത് നോക്കാൻ വേണ്ടി. എന്നാ ഓക്കെ, അച്ഛൻ്റെ കാര്യം നോക്കുക ആദ്യം. എന്നുവെച്ചാൽ അത് ഓരോ സ്റ്റാഫിനെയും സാർ അത്രയും കെയറിങ് എടുത്ത് നോക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു കാലഘട്ടം. ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന് പറയുന്നത് തന്നെ ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശുഭ. വിശ്വജി 2 വാക്ക്. നമസ്കാരം എല്ലാവർക്കും. UDS എന്ന് പറയുമ്പോൾ അതൊരു കുടുംബം പോലെയാണ് എനിക്കും. ഞാൻ കോൺട്രാക്ട് ബേസിലാണ് ഇവിടെ 2010 വന്നത്. ആ സമയത്ത് പ്രസാദ് സാറാണ് ഇവിടെ VP ആയിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോഴത്തെ HR സതീഷ് സാറ്, ഉദയണ്ണൻ, എഞ്ചിനീയർ സാറ്, ഇങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഉമാശങ്കറിനെയും ഹരി സാറിനെ അതായത് നഷ്ടമായി പോയി എന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് എപ്പോഴും മിസ് ചെയ്യാറുണ്ട്. ഉമാശങ്കർ മരിക്കണമെങ്കിൽ 2 ദിവസം മുന്നേ ഹോസ്പിറ്റലായിരുന്നു. അപ്പം എന്തോ ഒരാവശ്യമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു. അത് ഫാമിലിയിൽ ഒരു ബ്രദറോ അല്ലെങ്കിൽ നമ്മളെ ഫാമിലിക്ക് അകത്തുള്ള ഒരു നഷ്ടം പോലെ തന്നെയാണ് ഉമ്മയുടെ നഷ്ടം. പിന്നെ ഞാൻ ഹോസ്പിറ്റാലിറ്റി ഒന്നും പഠിച്ചിട്ടുള്ളതല്ല. ഞാനിവിടെ കോൺട്രാക്ട് ബേസിൽ സലൂൺ എടുത്ത് നടത്തുമായിരുന്നു. മാഡം എന്നെ ഒരിക്കൽ ഒരു ആറ്റുകാൽ പൊങ്കാല സമയത്ത് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ പൊങ്കാലയ്ക്ക് നാട്ടി വരുവാണ്, എന്നെ ഒന്ന് വന്ന് കാണാൻ. അന്ന് എന്നെ വന്ന് കണ്ടു. എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും? 10 ദിവസത്തെ ടൈം. അപ്പം എനിക്കൊരു ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ വർഷം ഗൾഫിൽ സലൂൺ ഡിവിഷൻ നടത്തിയിരുന്നു. 10 ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. നല്ല ലെവലിൽ പോകുമായിരുന്നു. പ്രസാദ് സാറ് ടാർഗറ്റ് തരും, അതെല്ലാം അച്ചീവ് ചെയ്യുമായിരുന്നു. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സ്റ്റാഫുകൾക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ അത് പോയിട്ട് സലൂൺ ഡിവിഷൻ ആയതുകൊണ്ട് മാമ് കുറച്ച് ഇൻട്രസ്റ്റ് ആയിരുന്നു. മാമ അതുപോലെ തന്നെ കുട്ടികളെ കാത്തുകുട്ടിയായാലും തുളസിക്കുട്ടിയായാലും അത് കഴിഞ്ഞിട്ട് സാറ് എന്നെ സ്വദേശം പാറശാലയാണ്. സാർ ഇലക്ഷനിൽ നിന്ന സമയത്തും പല മണ്ഡലങ്ങളിൽ വെച്ച് കണ്ടപ്പോഴും UDSന്റെ ആ ഒരു ഇത് വെച്ചിട്ട് സാറ് എങ്ങനെ അവിടെ ഒന്ന് ജയിച്ചു വന്നാൽ നമുക്കതൊരു നല്ല ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് വർക്കൗട്ട് ചെയ്തിരുന്നു. പിന്നെ എൻ്റെ ഫാമിലിക്ക് എൻ്റെ മോൾക്കൊരു വിഷയം വന്ന സമയത്ത് എനിക്ക് മെൻ്റലി നല്ല സപ്പോർട്ട് തന്നിരുന്നു മാഡം. അത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇന്നും ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവൾ ഗോകുലം ഗ്രാൻഡിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ വർക്ക് ചെയ്യണില്ല. ഞാനിപ്പോൾ കൊച്ചുമക്കളെയൊക്കെ നോക്കി 4 കുട്ടികൾ അമ്മമ്മയാണ്, വീട്ടിലാണ്. ഒന്നും പറയാനില്ല. അറിയാനുള്ളവരും അറിയാൻ പാടില്ലാത്ത ആൾക്കാരും എല്ലാം ഉണ്ട്. പിന്നെ ഉദയണ്ണ മോളെ കല്യാണം എന്നെ വിളിച്ചില്ല. എനിക്കത് ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ്. വേറൊന്നും പറയാനില്ല. എല്ലാവർക്കും ഈ കൂട്ടായ്മ എപ്പോഴും ഇങ്ങനെ നിൽക്കണം. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കണം. 4 പിന്നെ ഒരു സ്റ്റാഫ് ഡേ ആയാലും പിന്നെ ഇവിടെയുള്ള എല്ലാ എന്റർടൈൻമെന്റുകളും അതെല്ലാം എപ്പോഴും മെമ്മറിയിലുണ്ട്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എന്തോ ഹോട്ടലിൽ വർക്ക് ചെയ്യണം എന്നുള്ള അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ എന്നിട്ട് ഇതിനിടയ്ക്ക് കോവിഡ് സമയത്താണ് നിർത്തിയത്. ഒരു ഹോട്ടലിൽ 20 rooms ഒറ്റയ്ക്ക് എടുത്ത് നടത്തി. അതിനുള്ള കപ്പാസിറ്റി കിട്ടിയത് ഇവിടുന്നാണ്. ഇതൊരു എന്താ പറയുക MG കോളേജോ ഒരു അക്കാഡമിയോ എന്നൊക്കെ പറയുമ്പോൾ ഒരു അക്കാഡമി ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്കത് നടത്താൻ പറ്റിയത്. 8 ദിവസം 20 room ആണെങ്കിൽ എനിക്കത് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റി. കോവിഡിൻ്റെ ഒരു പ്രശ്നം വന്ന സമയത്ത് ഓഫ് ചെയ്യുന്നത്. ഇപ്പോഴും കുഴപ്പമില്ലാതെ 5 room നടത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു. ഹോസ്പിറ്റാലിറ്റി പുറത്തുനിന്ന് പഠിക്കേണ്ട കാര്യമില്ല. ഇതൊരു യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു. ഞങ്ങൾ വിളിക്കുന്നതെന്ന് കരുതരുത്. എന്നെയും സോണിനെയും മൈൻഡ് ചെയ്യുകയേ വേണ്ട. ഇത് നമ്മളുടെ പ്രോഗ്രാമാണ്. നിങ്ങൾ കൈകൊക്കുക, കയറി വരിക, സംസാരിക്കുക. ഞങ്ങൾ നമ്മുടെ ഉഷ ചേച്ചിക്ക് നമ്മുടെ പുഷ്പ ചേച്ചിക്ക് എന്തായാലും സംസാരിക്കണം. പുഷ്പ ചേച്ചിക്ക് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് നിങ്ങൾ
നിങ്ങൾ കൈവക്കുക, സംസാരിക്കുക. കാരണം ഇത് നമ്മുടെ ഈ ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചയപ്പെടാനുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അവസരം കൂടിയാണ്. ഈ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് പുഷ്പശേഷി ചോദിച്ചത്. പുഷ്പശേഷി നോ പറയുന്നത് സാധാരണ അങ്ങനെ ഒരിക്കലും പറയാറില്ലാതാണ്. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ 2 ബ്യൂട്ടിഫുൾ ഗേൾസ് ഉണ്ട്. പുലിയാണെന്നാണ് പറഞ്ഞ് വിചാരിച്ചത്. എനിക്കാണെങ്കിൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളാണ്. ഞാനിവിടെ 2 വർഷം ഉണ്ടായിരുന്നത്. ഞാൻ UDS എന്ന് പഠിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഇമോഷൻസ് അതൊക്കെ സെക്കൻഡറി ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ എങ്ങനെ ആവരുതെന്ന് വിടുന്നതാണ് പഠിച്ചത്, ആളുകളെ എങ്ങനെ ആണെന്ന് വിടുന്നതാണ് പഠിച്ചത്. മുന്നിൽ തിരിച്ച് കാണിച്ചിട്ട് വേറെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മുന്നിൽ ഒന്നും വയ്ക്കാൻ മുഖത്ത് ഒരു കാര്യം പറയുന്നത് ഞാൻ പഠിച്ചത്. വർഷങ്ങളായിട്ട് വഴി ശരിയാണെന്ന് ആരോഗ്യം ശരിയാണെന്ന് പറഞ്ഞാലും ഇവിടെ നിന്ന് ചോദിക്കുന്ന ആൾക്കാരെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. സോ UDS really have to offer something. അതുകൊണ്ടാണ് അവരോട് അനുകരിച്ച് നമ്മളിവിടെ എത്തുന്നത്. അല്ലെങ്കിൽ UD എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് കാണിച്ച് മാത്രമേ I realize the quality of this. And I'm so happy to be a part of it once. So I don't love doing it so long. That would be the. So I hope I made a point. Thank you. നമുക്ക് വല്ലാത്ത ഇരിക്കാൻ പറ്റുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഇപ്പം എത്താറായി. ഡൽഹിയില് ബാക്കിയുള്ളവരെ ജസ്റ്റ് മുന്നിലേക്ക് ഉദയസാർ പറഞ്ഞു. അതിനകത്ത് എനിക്കൊരു റോളുമില്ല. എന്റെ 10 പറയുന്നത് ഫണ്ടിന് ഗവൺമെന്റിനെ എങ്ങോട്ട് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനെന്ന് വന്നാൽ നിങ്ങളുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതേ. പക്ഷെ ഇതിന്റെ പുറകിൽ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത 5-6 പേരുണ്ട്. നമുക്ക് അവർക്കെല്ലാം നല്ലൊരു കൈ കൊടുക്കാം. ഇത് എല്ലാവരും കൂടി ഒന്ന് ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. MD സാറും രാജ് സാറും വരാറായി. നമുക്ക് മുമ്പിലേക്ക് വന്നിരിക്കുകയാണെന്നുള്ള ഷിൻസ് എല്ലാവരും മുമ്പിലേക്ക് എത്താമോ? ശശി എല്ലാവരെയും ഒന്ന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ശരി ഒറ്റ കയറുക. അതുകൊണ്ടാണ് ചേച്ചി വിളിച്ചത്. ഇനിയുമായിട്ടാണ് നമ്മുടെ നല്ല മെമ്മറീസ് ഷെയർ ചെയ്യാൻ ആഗ്രഹമുള്ളത്. ഭാര്യയും ഭർത്താവും കൂടെ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാനുള്ള എല്ലാ കഷ്ണം കാണുന്നുണ്ട്. ഇവിടുന്ന് എന്നാണെങ്കിലോ അന്ന് തൊട്ട് ഹോട്ടൽ വീട് കെട്ടി. അത് വേറെ കാരണം കൊണ്ടൊന്നുമല്ല, അന്നാണ് നിന്ന് പോയതാണ്. നല്ല ഹാപ്പിയായിരുന്നു. ഞങ്ങളെ കുറച്ച് ഹൗസ് കീപ്പിങ്ങും ഏത് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ, ഇത് ഈ കൂട്ടത്തിലുള്ള എല്ലാവരും പല പല ഡിപ്പാർട്ട്മെന്റിൽ അന്ന് കെട്ടിപ്പിടിക്കുന്ന കൂട്ടുകാർ മാത്രവും വന്നതിൽ സന്തോഷമുള്ളൂ. വളരെ സന്തോഷം. ഹാപ്പി. താങ്ക് യു സോ മച്ച്.
എല്ലാവരും അവരുടെ സീറ്റിംഗ് ആയി കഴിഞ്ഞാൽ അടുത്ത പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ എല്ലാവരും